വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു സ്ത്രീ ഗെയിമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയുള്ള കാര്യം എനിക്കറിയാൻ പാടില്ല. ഫോർ മീ എനിക്ക് എന്നെ പറഞ്ഞേക്കുന്നത് എനിക്കാണ് ഹേർട്ട് ആയത്. അതിൽ കാണുമ്പോഴേ കഴിയും അവൻ അങ്ങനെയല്ലേ പറഞ്ഞോളൂ. പക്ഷെ ഞാൻ വന്ന സാഹചര്യം, ഞാൻ അനുഭവിച്ച ട്രോമ, ഞാൻ അനുഭവിച്ച ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും എനിക്കത് വലുതാണ്. അപ്പോൾ എന്റെ പ്രതികരണം ചിലപ്പോൾ അങ്ങനെയൊക്കെ, ചിലപ്പോൾ വെള്ളമായിരിക്കില്ല, ചിലപ്പോൾ ഞാൻ പാലും തേനും എല്ലാം ഞാൻ ഒഴിച്ചെന്നിരിക്കും. കാരണം അത് എന്റെ അതില്ല. അതുകൊണ്ട് ഞാനൊരു ഒരു അതിശോക്തി പറഞ്ഞത്. യെസ് ഓഫ് കോഴ്സ് അത് ചെയ്യും. അഭിഷേകോ അത് ചെയ്യില്ല. എന്തിന്? അവൾക്ക് പാലാഭിഷേകം അല്ല ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവളെ ആര് പാല് കുളിപ്പിക്കാനുണ്ട്? ക്ലിയോ പാട്രിയോ? നീയാണ് പറഞ്ഞത്. അല്ല എടോ, അതൊരു അതിശോക്തിയുടെ പുറത്ത് ഞാൻ പറഞ്ഞു പോയതാ. പാല് തേൻ ഒഴിക്കരുത്. പാലും തേനും ഒഴിക്കില്ല. ചാണകവെള്ളം ഒഴിവിട്ട് അവളുടെ മുഖത്തേക്ക് ഞാൻ ഒഴിക്കാം. എങ്ങനെയുണ്ട്? അവക്കിട്ട പേര് വളരെ നല്ലതാ. ഞാൻ ശവന്നാറി കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയൊക്കെ, ക്യൂട്ട്നെസ് ഒക്കെ വാരും. പക്ഷെ ക്യൂട്ട്നെസ് അല്ല ജീവിതം. ആ ശവനാരിയും തൊട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്മെല്ല് ഒരു ശവം ചെയ്ത സ്മെല്ലാണ്. അതൊരു പൂവ്, നല്ല ഭംഗിയുള്ള പൂവാ ശവനാറി പൂക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നല്ല നല്ല പാറ്റേൺ ഒക്കെ നല്ലതാണ്. ശവനാറി പൂക്കളുടെ പാറ്റേൺസ് നല്ലതാണ്. അത് കൂടുതലും ശ്മശാനങ്ങളിൽ കാണാറുണ്ട്. അതിന്റെ സ്മെല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മത്ത് പിടിക്കുന്ന സ്മെല്ലാണ്, വൃത്തിയായിട്ട സ്മെല്ല. ആ പൂവിന് അങ്ങനത്തെ സ്മെല്ലാണ് നമ്മൾ വിചാരിക്കില്ല. അതാണ് അനുമോള്. എന്റെ അഭിപ്രായമാണ്. ചിലപ്പോ ഞാൻ ഇപ്പൊ ഞാനിവിടെ പറഞ്ഞേക്കും, പക്ഷെ ഗെയിമിന് പുറത്തിറങ്ങിയിട്ട് ഞാൻ ഈ വ്യക്തിയുടെ പേര് പോലും ഞാൻ പറയത്തില്ല. മനസ്സിലായില്ലേ? ഗെയിമിന്റെ ഭാഗത്ത് ഞാൻ പറയും ഇതല്ല, ഇതിന്റെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ ഇതല്ല, ഇവളുടെ സ്വഭാവത്തിന് വല്ലാണ്ട് ഇവളുടെ ക്യാരക്ടർ അസോസിയേഷൻ ഇവള് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ മനസ്സിലായില്ലേ? അല്ലാതെ ഇവളെ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടല്ല ഞാൻ പറയുന്നത്. കുളിക്കില്ല, നനക്കില്ല, മറ്റേതില്ല, അത്രയ്ക്ക് ചീപ്പാണ് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്നത് ഇവൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ റിപ്ലൈ ആണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് ഇവിടെ തീർന്നു. നാളെ വിക്ഷനല്ല, നാളെ വിക്ഷനാണ്. എന്നെ ഇവിടുന്ന് പുറത്താക്കുന്നുണ്ടെങ്കിൽ അക്ബർ, ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്, എന്നെ ഇവിടുന്ന് പുറത്താക്കുന്നുണ്ടെങ്കിൽ അനുമോളെ പറ്റി കേട്ടോ, ഇപ്പം എനിക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് കണക്ട് ആയിട്ടുള്ള ഒരു വ്യക്തികളുടെ പേര് പോലും ഞാൻ പറയില്ല. ഒരാളുടെ അടുത്ത് ഞാൻ പറയാൻ താല്പര്യമില്ല. ബിക്കോസ് ഞാൻ എന്തിനു പറയണം? അവര് വന്നു, ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നു, കളിച്ചു പോയി, അത്രയും ഞാൻ വെക്കാം. അല്ലാണ്ട് അവരെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ പട്ടി പറയും. എനിക്ക് അതുപോലും എനിക്ക് വേണ്ട. ഞാൻ എന്റെ കൃത്യമായിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ടില്ല. നെവിൻ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ നെവിനും ചൂണ്ടി കാണിച്ചിട്ടുണ്ട്. ആ സെയിം കുറ്റം 100 എന്ന് കാണിച്ചു. 100 വന്നിട്ട് ആ ഫ്രിഡ്ജ് വന്നിട്ട് എല്ലാം ഇങ്ങനെ പറിച്ചെടുക്കാൻ നോക്കി. ആരുടെ കുറ്റത്തിന്? നെവിന്റെ കുറ്റത്തിന്. നെവിൻ ചെയ്ത കുറ്റത്തിന് അവളുടെ റിപ്ലൈ ചെയ്തത് മൊത്തം നമ്മളോടൊക്കെയാണ്. ഞാനും ഉണ്ട് ക്യാപ്റ്റൻ അതിനിടയിൽ. നമുക്ക് വേണമെങ്കിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അവനെ പണി കൊടുക്കാൻ പറ്റും. എങ്ങനെ ജയിലിൽ കൊണ്ടുപോകാൻ പറ്റും, ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ പറയാൻ പറ്റും എല്ലാവരുടെ ഫ്രണ്ടിൽ.